മദീനത്തെ പള്ളിയിൽ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി മിമ്പറിൽ നിന്നുകൊണ്ട് സ്വഹാബികളോട് ഒരു സന്തോഷ വർത്തമാനം അറിയിച്ചു. നിങ്ങളുടെ കൂട്ടത്തിലൊരാളുണ്ട്, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ആ 8 കവാടങ്ങളിലൂടെയും പ്രവേശിക്കാൻ അർഹതയും അവകാശവുമുള്ള ഒരാളാണ് അയാൾ. എല്ലാവർക്കും വലിയ ആകാംക്ഷയായി, ആരാണ് അത്രയും വലിയ സൗഭാഗ്യവാൻ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, നബിയെ, ആരാണ് ആ സൗഭാഗ്യവാൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളാണ് സ്വർഗത്തിൻ്റെ മുഴുവൻ കവാടങ്ങളിലൂടെയും പ്രവേശിക്കാൻ അർഹതയും അവകാശവുമുള്ള ആൾ. അത് വെറുതെ കിട്ടിയതല്ല, നന്മകൾ കൊണ്ട് ജീവിതം സമ്പന്നമാക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പ് നോറ്റവർ ആരുണ്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട് നബിയെ, ഞാൻ നോമ്പുകാരനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തവൻ ആരുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെയും എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട് പ്രവാചകരെ, ഞാൻ ഇന്ന് ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തു. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചവൻ ആരുണ്ട്? അവിടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാനുണ്ട് എന്ന് മറുപടി പറയുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജനാസയെ പിന്തുടർന്ന് ജനാസ നമസ്കരിച്ചവൻ ആരുണ്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെയും ഞാനുണ്ട് എന്ന് മറുപടി പറയുകയാണ്. ജീവിതം മുഴുവൻ സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ സ്വർഗമുള്ളത്. പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് കടന്നു വരുന്ന ഈ സന്ദർഭത്തിൽ ജീവിതം നന്മകൾ കൊണ്ട് സമ്പന്നമാക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.